ഭക്തിനിർഭരമായ കാത്തിരിപ്പിന് വിരാമം. ചരിത്രപ്രസിദ്ധമായ അരൂർ വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ ക്ഷേത്രത്തിൽ തിരുവോത്സവത്തിന് ഗന്ധർവസ്വാമിക്ക് പള്ളിക്കാപ്പ് ചാർത്തലോടുകൂടി ആരംഭം കുറിക്കുന്നു. 1201 ആണ്ടിലെ ഈ പുണ്യ മഹോത്സവം 2026 മാർച്ച് 4 മുതൽ 8 വരെ നടക്കുന്നു. 5 നാളുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ: ഗന്ധർവക്കളം, സർപ്പക്കളം, മഹാദീപാരാധന, മറിവിളക്കെഴുന്നള്ളിപ്പ്, പ്രൗഢഗംഭീരമായ 27ഓളം ഗരുഡ വാഹനം എഴുന്നള്ളിപ്പ്, വർണ്ണാഭമായ താലപ്പൊലി, അങ്ങനെ വിശേഷപ്പെട്ട ചടങ്ങുകളാൽ അരൂർ ഭക്തിസാന്ദ്രമാകും. കൂടാതെ മാർച്ച് 15-ന് ഐശ്വര്യദായകമായ 7ാം പൂജയും വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ സ്വാമിയുടെയും ശ്രീ ഭദ്രകാളി അമ്മയുടെയും അനുഗ്രഹം തേടി നമുക്കൊന്നിക്കാം. ഭക്തിയും കലയും ഒത്തുചേരുന്ന ഈ മഹാമഹത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വനിതാ ശിശു ക്ഷേമ വികസന വകുപ്പിന്റെ കീഴിലുള്ള 24-ാം നമ്പർ അംഗനവാടിയുടെ കെട്ടിട ഉദ്ഘാടനം നടന്നു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പുതിയതായി പണി കഴിപ്പിച്ച 24-ാം നമ്പർ അമ്പാടി അംഗനവാടിയുടെ ഉദ്ഘാടനം 2026 ഫെബ്രുവരി 20-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് നടത്തപ്പെട്ടു. വനിതാ ശിശു ക്ഷേമ വികസന വകുപ്പിന്റെ കീഴിലുള്ള 24-ാം നമ്പർ അംഗനവാടിയുടെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. അമ്പാടി അംഗനവാടി കുട്ടികളുടെ പ്രാർത്ഥനയോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. KN ഉണ്ണികൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ രക്ഷിതാക്കളെക്കാൾ കൂടുതൽ പഠനങ്ങളൊന്നും കാര്യമായ നടക്കുന്നില്ലെങ്കിലും അത്യാവശ്യം കളികളിലൂടെയും പാട്ടിലൂടെയും എല്ലാം കുഞ്ഞുങ്ങൾക്ക് ചില കാര്യങ്ങളെ സംബന്ധിച്ചൊരു ബോധ്യം ഉണ്ടാക്കുന്നതിനെല്ലാം ഇത് സഹായിക്കുന്നൊരു പദ്ധതിയാണ്. ഇന്നിപ്പോൾ നമ്മൾ പുതിയ കാലത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കേരളം ഒരു നവകേരളത്തിൻ്റെ നിർമ്മിതിയിലാണ്. ലോകത്തെല്ലാ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു വിജ്ഞാനാധിഷ്ഠിതമായ ഇതിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലേക്കുള്ള ആദ്യ പ്രവേശനം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK ജയൻ അധ്യക്ഷത വഹിച്ചു. ഈഴവ സാമൂഹ്യ സഹകരണ സമിതിയുടെ പഴയ ഓഫീസ് കെട്ടിടത്തിലേക്ക് നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉണ്ടായത്. 2012-ൽ സ്വന്തമായി ഒരു കെട്ടിടം പണിയുന്നതിനുള്ള ശ്രമം ആരംഭിച്ചെങ്കിലും അത് ചില കാരണങ്ങളാൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 2021-26 കാലഘട്ടത്തിൽ സുമ മെമ്പർ ആയി വന്നതിന് ശേഷം ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് സുമയുടെ സജീവമായ പരിഗണനയിൽ ഈ ഗ്രാമസഭയുടെ ആവശ്യപ്രകാരം ഒരു പദ്ധതിക്ക് പഞ്ചായത്ത് രൂപ കൊടുക്കുകയും 2 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് അത് അനുവദിക്കുകയും ചെയ്തു. ഈ തുക പോരാത്ത തുക, അതായത് ഈ 1,35,000 രൂപക്കാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണിയ ജെയിൻ സ്വാഗതം പറഞ്ഞു. 10ാം വാർഡ് മെമ്പർ CA സന്തോഷ് ആമുഖ പ്രസംഗം നടത്തി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ KK ജോഷി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിബിൻ KS ആദരിച്ചു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെന്നി ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാരിത ബൈജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ MK മനാഫ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സൺ രാധിക സതീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിജി ഷനിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS അജയ്കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹെൻറി കുഞ്ഞുമോൻ, 11ാം വാർഡ് മെമ്പർ TS ബാബു, പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV എബ്രഹാം, ICDS ഓഫീസർ സീന ഉത്തമൻ, അംഗനവാടി വർക്കർ PC ഷിംല, അംഗനവാടി വർക്കർ സ്നേഹ ആന്റണി, മുൻ പഞ്ചായത്ത് മെമ്പർ സുമാദേവി, ഈഴവ സാമൂഹ്യ സഹകരണ സമിതി പ്രസിഡന്റ് AB ഷാജി, അമ്പാടി അംഗനവാടി ഫണ്ട് ശേഖരണ കമ്മിറ്റി ട്രഷറർ KK ഷാജി, ADS സെക്രട്ടറി അജന്ത ഷാജി, അമ്പാടി അംഗനവാടി ALM-SC മെമ്പർ ബാബു PV, സ്നേഹദീപം വയോജന കൂട്ടായ്മ സെക്രട്ടറി ശശികല സന്തോഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മനയത്തുംകാട് കൃഷി സമാജം സെക്രട്ടറി CA അതുല്യ ഘോഷ്, ഷൺമുഖം ചന്ദ്രശേരി, KK പുരുഷോത്തമൻ, രജേഷ് മണി ഊലിക്കര, മനയത്തുകാട് ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ CK ഉണ്ണികൃഷ്ണൻ, അംഗനവാടി ഹെൽപ്പർ ശാന്തി PN എന്നിവർ സന്നിധരായിരുന്നു. തുടർന്ന് ICDS സൂപ്പർവൈസർ രജനി മേനോൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പറവൂർ.